ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എപ്പി കുക്സ്. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പുട്ട്. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പുട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന്, തക്കാളി ഒന്ന്, 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും വേണം. പിന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പും കൂടെ വേണം. പുട്ടുണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള പുട്ടുപൊടി, അത് കുഴയ്ക്കാനായിട്ട് ഉപ്പുവെള്ളവും പിന്നെ തേങ്ങ ചിരവിയതും കൂടെ വേണം. ആദ്യം നമുക്ക് പുട്ടുപൊടിയിൽ ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വെക്കാം. അതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ചെറുതായി അരിഞ്ഞ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പാൻ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചിക്കൻ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ നന്നായിട്ട് വേവാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് പാൻ അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ബാക്കിയുള്ള ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ 2 രീതിയിലാണ് പുട്ട് ചെയ്യുന്നത്. ഒന്ന് സാധാരണ കുറ്റിപ്പുട്ടും ഒന്ന് ചിരട്ടപ്പുട്ടുമാണ്. കുറ്റിപ്പുട്ട് ഞാൻ ചെയ്യുന്നത് തേങ്ങ ചേർക്കാതെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങ ഒരു ലെയറായിട്ട് ഇടുക, അല്ലെങ്കിൽ പുട്ടുപൊടിയുടെ കൂടെ തന്നെ തേങ്ങ മിക്സ് ചെയ്തിട്ടും ചേർക്കാം. ഓരോ ലെയറായി ചിക്കനും പുട്ടുപൊടിയും ഇട്ടതിന് ശേഷം നമുക്ക് കുറ്റിപ്പുട്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ചിരട്ടപ്പുട്ടും സെറ്റ് ചെയ്യാം. അതിൽ ഞാൻ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതൊരു കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് രണ്ടും റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.